ഇടറി വീഴാൻ സാധ്യതയുണ്ടായിരുന്ന, ആത്മഹത്യ ചെയ്യാൻ ഇടയുണ്ടായിരുന്ന, ജീവനറ്റു പോകാൻ സാധ്യതയുണ്ടായിരുന്ന, പലിശയുടെ ഏറ്റവും വലിയ കുരുക്കിൽപ്പെട്ട് ജീവൻ അസ്തമിച്ചു പോകാൻ കഴിയുമായിരുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ആഭ്യന്തരമന്ത്രി ഇതാ പ്രഖ്യാപിക്കുന്നു, ഇല്ല, ഒരു കാരവനും ഒഴിവില്ല, ഒരു ബോട്ടിനും ഒഴിവില്ല, ഈ നാടെവിടെയും മരിച്ചു പെറുക്കി ഞങ്ങൾ ഈ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തുന്ന എല്ലാ ആന്റി നാഷണൽ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിപത്തായിട്ടുള്ള ഡ്രഗ് മാഫിയയെ പിടിച്ചുകെട്ടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പിടിച്ചുകെട്ടാൻ വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങുമ്പോൾ അതിൽ മുന്നിൽ നിൽക്കേണ്ടത് പെരിന്തൽമണ്ണ കൂടിയാണ് എന്ന് നമ്മൾ ഇതാ പ്രഖ്യാപിക്കുകയാണ്. തുഫാൻ ഒരു ദിവസത്തെ പരിപാടിയല്ല പെരിന്തൽമണ്ണക്ക്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ക്യാമ്പസുകളിലെ കുട്ടികൾ ഈ തെരുവുകളെ മുഴുവനും സജീവമാക്കി നിങ്ങൾ നടത്തിയ ഫ്ലാഷ് മോബുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടികളെ മുഴുവനും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനുപമമായ ഒരു റീൽസ് മത്സരം നമ്മൾ നടത്തുകയുണ്ടായി. ആ റീൽസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. ഇത് കഴിഞ്ഞു നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തി, കൊളാഷ് മത്സരങ്ങൾ നടത്തി, ചിത്രരചനകൾ നടത്തി, കുട്ടികളുടെ കൈയൊപ്പ്, ഒരുപാട് ഒപ്പ് ശേഖരണങ്ങൾ നടത്തി, എല്ലാം നടത്തി. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ ഷിഫ കൺവെൻഷൻ സെന്റർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം ഒരു തൂഫാൻ മീറ്റിനല്ല, ഒരു വർഷത്തെ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇത് ഉദ്ഘാടനമാണ്. ബഹുമാന്യനായ രമേശ്ജിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്ന ഈ മഹായത്നം ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ മഹാഭാരത യുദ്ധം എന്ന പോലെ മഹാകേരള യുദ്ധമാണ് അങ്ങ് നയിക്കുന്നത് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ ഈ വലിയ യുദ്ധത്തിനൊപ്പം പെരിന്തൽമണ്ണയിലെ 2300 വളണ്ടിയർമാർ ഒരു വർഷത്തേക്ക് പ്രവർത്തന സജ്ജമായി ഇതാ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഈ വേദിയിൽ പ്രഖ്യാപിക്കാനുള്ള കാര്യം. അതിന്റെ ഭാഗമായി ഞങ്ങൾ തീരുമാനിക്കുന്നത് ഒരു വർഷം നീണ്ട പ്രവർത്തന പദ്ധതികൾ കുട്ടികൾക്ക് നൽകുകയാണ്. ഒന്ന്, അവരുടെ വീടാണ്. വീട് ഡ്രഗ് ഫ്രീ വീടായി മാറണം. 2, അവരുടെ വിദ്യാലയമാണ്. ഡ്രഗ് ഫ്രീ വിദ്യാലയമായി മാറണം. അടുത്തത് അവരുടെ കലാലയമാണ്, അവരുടെ കോളേജുകളാണ്. അത് ഡ്രഗ് ഫ്രീ കോളേജുകളായി മാറണം. 4ാമത്തെ കാര്യം അവരുടെ പിയർ ഗ്രൂപ്പാണ്. അവരോടൊപ്പം കളിച്ചു വളരുന്ന കുട്ടികളാണ്. അത് ഡ്രഗ് ഫ്രീ പിയർ ഗ്രൂപ്പായി മാറണം. അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവയർനെസ് ക്യാമ്പയിൻ ഉണ്ട്, ഒരു വീട്ടിൽ ഒരു വളണ്ടിയർ എന്ന നിലയിലുള്ള പ്രഖ്യാപനമുണ്ട്, സോഷ്യൽ മീഡിയ ചലഞ്ചുകളുണ്ട്, സ്റ്റുഡൻസ് അസംബ്ലികളുണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ചലഞ്ചുകളുണ്ട്, പ്രതിരോധ തന്ത്രങ്ങൾ, പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതിനെല്ലാം വീക്കെൻഡ് മൊഡ്യൂളുകൾ കണക്കെ നമ്മളുടെ കുട്ടികൾക്ക് നൽകുകയാണ്. ക്ലീൻ സ്പേസസ് നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ ഡ്രഗ് ഇല്ലാത്ത ക്ലീൻ സ്പേസസ് നമുക്ക് ഉണ്ടാക്കണം. ഞങ്ങൾ ഒരിക്കലും ഈ നാട്ടിലേക്ക് ഡ്രഗ് കയറി വരാൻ സമ്മതിക്കില്ലെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു പരിപാടി കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി കുട്ടികളെ ഉണർത്തുകയാണ്. നിങ്ങൾക്കിടയിൽ നിന്ന് നോഡൽ ഓഫീസർമാരെ നമ്മൾ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ നോഡൽ ഓഫീസർമാർക്ക് ഒരു ചുമതല, അവരുടെ വിദ്യാലയത്തിന്റെ ചുമതലയുണ്ടാകും, വീടുകളുടെ ചുമതലയുണ്ടാകും. അതിനുശേഷം 3 മാസത്തിലൊരിക്കൽ നമ്മുടെ ക്രിയയുടെ ടീം അവരുടെ ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുന്ന പാരാമീറ്ററുകൾ ഇവിടെ വിജയത്തോടുകൂടി പൂർത്തീകരിക്കുന്ന ക്യാമ്പസുകൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ കൂടി നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് കഴിഞ്ഞ അവസാനം അടുത്ത മെയ് മാസം ആദരണീയനായ ആഭ്യന്തരമന്ത്രിയുടെ ഒപ്പോടുകൂടി 2300 വളണ്ടിയർമാർക്കും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റുകൾ കൂടി വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ഒരു വർഷത്തെ ക്യാമ്പയിൻ നമ്മൾ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഈ ക്യാമ്പയിനിൽ അംഗമാകുന്ന 2300 സ്റ്റുഡൻസിനെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ നാടിനു വേണ്ടി നിങ്ങളാണ് പ്രതിരോധത്തിന്റെ മതിൽ തീർക്കേണ്ടത്. നിങ്ങളാണ് യുദ്ധത്തിന്റെ പുതിയ പോർമുഖം തുറക്കേണ്ടത്. നിങ്ങളാണ് ഏറ്റവും ശക്തമായി ഡ്രഗിനോട് നോ എന്ന് പറയേണ്ടത്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്, യെസ് എന്ന് പറയാൻ എളുപ്പമാണ്, നോ എന്ന് പറഞ്ഞു ശീലിക്കലാണ് കുട്ടികൾ എടുക്കേണ്ട ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഒരു പഫല്ലേ എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് സ്ട്രോങ് ആയി പറയുന്ന കുട്ടികളെ നമുക്ക് വേണം.
ഒരു സിപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് സ്ട്രോങ് ആയി പറയുന്ന കുട്ടികളെ നമുക്ക് വേണം. അങ്ങനെയുള്ള കുട്ടികളാൽ സമ്പന്നമായ ഒരു പെരിന്തൽമണ്ണയെ വിഭാവനം ചെയ്യാനാണ് അങ്ങേക്ക് മുമ്പിൽ ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ബഹുമാന്യനായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളുടെ, തീവ്രമായ ബന്ധങ്ങളുടെ, സ്നേഹബന്ധങ്ങളുടെ, കുടുംബ ബന്ധങ്ങളുടെ ആഴമുള്ള ഈടുറ്റ വേരുകളുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എനിക്ക് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഞാനും കണ്ടാൽ തന്നെ ഏട്ടനും അനുജനാണെന്ന് പറയും. ഇത് ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. 2010 ഞാൻ കോഴിക്കോട് ജില്ലയിൽ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായ കാലം മുതൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇന്നും ഞങ്ങൾ ജ്യേഷ്ഠനും അനുജനുമാണ്. ആ വീടും ഞാനും തമ്മിലുള്ള ബന്ധം, എന്റെ വീടും അദ്ദേഹത്തിന്റെ വീടും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. എനിക്ക് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയല്ല, ഇതെന്റെ ജ്യേഷ്ഠന്റെ പരിപാടിയായി ഞാൻ ഏറ്റെടുക്കുന്നു. ഈ തുഫാനിൽ നമ്മൾ ഒരുമിച്ച് പങ്കുചേരുന്നു. ജയ് ഹിന്ദ്. ആ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹം നടത്തിയ ആ പോരാട്ടത്തിന്റെ ഒരുപാട് സഹായം ലഭിച്ച മനുഷ്യൻ ഇന്ന് ജീവനോടെ ഉണ്ട് എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ വിജയം. കുടുംബം എന്താണ്? കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇത്രയും കള്ളത്തരം പറയുന്ന കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഏത് കുടുംബത്തിലാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത്? നിങ്ങളെ ബാപ്പയും ഉമ്മയും കാണുമ്പോൾ